വിശ്വനാഥൻ ആനന്ദ് കളിച്ച വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഗെയിം കണ്ടാലോ. പോൺ ടു E4. ഇവിടെ വൈറ്റ് കളിക്കുന്ന ആനന്ദിൻ്റെ ഒപ്പോണൻറ്റ് C5 കളിക്കുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. ആനന്ദ് ക്ലോസ് സിസിലിയൻ ഡിഫൻസിന് പോകണു. നൈറ്റ് C6, നൈറ്റ് E2. ഇതിനെ നമ്മുടെ സിസിലിയനിലെ ക്ലോസ്ഡ് വേരിയേഷനിലെ കാമിലിയോൺ വേരിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പോൺ ടു E5 കളിച്ച് സെൻറ്ററിലേക്ക് ഒരു ക്ലാമ്പ് എടുക്കുന്നു ബ്ലാക്ക്. നൈറ്റ് D5, സെൻറ്ററിലേക്ക് നൈറ്റിനെ കൊണ്ടുവരുന്നു ആനന്ദ്. നൈറ്റ് E7. ഇതെല്ലാം വളരെ നോർമലായിട്ടുള്ള ബുക്ക് മൂവ്സ് തന്നെയാണ്. നൈറ്റിനെ C3യിലേക്ക് കൊണ്ടുവരുന്നു. പോൺ ടു A6 കളിച്ച് B5യിലേക്ക് പോകാനാണ് ഇവിടെ ബ്ലാക്ക് ത്രെട്ടൺ ചെയ്യുന്നത്. ആനന്ദ് A4 കളിച്ച് ആ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പോൺ ടു G6. ഇവിടെയാണ് ആനന്ദിൻ്റെ ഒപ്പോണൻറ്റ് ഒരു വലിയ മിസ്റ്റേക്ക് ഇവിടെ കളിക്കുന്നത്. ഇവിടെ ആനന്ദിന് ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ഉണ്ട്. ആനന്ദ് അത് അപ്പം തന്നെ സ്പോട്ട് ചെയ്യുകയും ചെയ്ത് നൈറ്റ് F6 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. പക്ഷേ ഇവിടെ അത്ഭുതപ്പെടുത്തിയ കാര്യം ആനന്ദിൻ്റെ ഒപ്പോണൻറ്റ് ഇവിടെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആനന്ദിൻ്റെ ഒപ്പോണൻ്റെ ഉദ്ദേശം ഒരു പക്ഷേ G6 കളിച്ച് ബിഷപ്പിനെ ലോങ് ഡയഗണലിലേക്ക് കൊണ്ടുവന്ന് G7ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒട്ടും സൗണ്ട് ആയിരുന്നില്ല. അത് മാത്രമല്ല G6 ഈ ഒരു പൊസിഷനിൽ തീരെ വിരളമാണ്, ഭയങ്കര റയറായിട്ട് പോലും കളിക്കാത്തൊരു മൂവാണ് ഇവിടെ പോൺ ടു G6. അപ്പോൾ ആനന്ദിന് വളരെ സർപ്രൈസ് ആയിരുന്നു. ആനന്ദ് തൻ്റെ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആദ്യം തന്നെ നൈറ്റ് F6 ചെക്ക്മേറ്റ് സംഭവിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആനന്ദിൻ്റെ ഒപ്പോണൻറ്റിന് മാത്രമല്ല ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയത്. ഈവൻ വിശ്വനാഥ് ആനന്ദിൻ്റെ ഒരു ഗെയിം തന്നെയുണ്ട്. വെറും 6 മൂവിൽ ആനന്ദിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. കാരണം ഇതുപോലത്തെ ഒരു മിസ്റ്റേക്ക്, ഒരു ഓപ്പണിംഗ് മിസ്റ്റേക്ക് കാരണം ആനന്ദിന് പോലും പരാജയപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈവൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് പോലും ഓപ്പണിങ്ങിൽ മിസ്റ്റേക്കുകൾ കാരണം പരാജയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.